ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും അതുപോലെ തന്നെ ഓരോ പാരൻറ്റിൻ്റെയും രക്ഷിതാവിൻ്റെയും ലൈഫിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കോമൺ ആയിട്ട് പാരൻറ്റിങ്ങിനെ 4 ടൈപ്പ് ഓഫ് പാരൻറ്റിങ് പറയും. ഫസ്റ്റത്തത് അതോറിറ്റേറ്റീവ് പാരൻറ്റ്. അത് ഭയങ്കര ലവിങ് ആയിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള പാരൻറ്റിങ് സ്റ്റൈലാണ്. അതിൽ കുട്ടികളെ ഒരുപാട് നമ്മൾ എൻകറേജ് ചെയ്യും, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ അവരുടെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ അവർക്ക് അവെയർ ആയിരിക്കും, അവരുടെ ലിമിറ്റ് എവിടെയാണെന്ന് നമ്മൾ അവെയർ ആക്കി കൊടുത്തിട്ടായിരിക്കും അവർക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് നമ്മൾ കൊടുക്കുന്നത്. ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് പാരൻറ്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈൽ. അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈലിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അവരെ കൺട്രോൾ ചെയ്തിട്ട് അവരെ ഒബീഡിയൻ്റ് ആയിട്ട് നമ്മൾ പേരൻ്റ് പറയുന്ന പോലെ തന്നെ കുട്ടികൾ ചെയ്യണം എന്നൊരു രീതിയിൽ നമ്മൾ ഒരു ഒബീഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈപ്പിലുള്ള പാരൻറ്റിങ് സ്റ്റൈലായിരിക്കും അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈൽ. തേർഡ് വണ്ണാണ് പെർമിസീവ് പാരൻറ്റിങ് സ്റ്റൈൽ. പെർമിസീവ് പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഓവറായിട്ട് കെയർ കൊടുത്ത് ഓവറായിട്ട് ലവ് കൊടുത്ത് അവർക്ക് ആവശ്യമില്ലാത്ത നെസസറി ആയിട്ടല്ലാതെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവരങ്ങ് വഷളാക്കി വെക്കാന്ന് പറയില്ലേ, അവർക്ക് മേലൊരു കൺട്രോളോ അല്ലെങ്കിൽ അവരോട് നമ്മൾ തീരെ നോ പറയത്തില്ല, അങ്ങനെ അവരെ വഷളാക്കി വെക്കാന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പാരൻറ്റിങ് സ്റ്റൈലാണ് പെർമിസീവ് പാരൻറ്റിങ് സ്റ്റൈൽ. ഫോർത്ത് ടൈപ്പ് ഓഫ് പാരൻറ്റിങ് സ്റ്റൈലാണ് നെഗ്ലക്റ്റ്ഫുൾ പാരൻറ്റിങ് സ്റ്റൈൽ. ഇതിൽ കുട്ടികളെ മൊത്തത്തിൽ നമ്മൾ അവരുടെ കാര്യങ്ങളിൽ യാതൊരു ഇൻട്രസ്റ്റും കാണിക്കത്തില്ല, അവർക്ക് ലവും കൊടുക്കത്തില്ല, കെയറും കൊടുക്കത്തില്ല, അവരങ്ങ് തിരിഞ്ഞു പോലും നോക്കാത്ത, അതായത് അവരങ്ങ് വളർന്നോളും, അവർ നോക്കണം, നമ്മൾ അവരുടെ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റും കൊടുക്കാത്ത പാരൻറ്റിങ്. അത് അവരുടെ കാര്യങ്ങളിൽ അൺഇൻവോൾവ്ഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. ആ ഒരു ടൈപ്പ് ഓഫ് പാരൻറ്റിങ് സ്റ്റൈലാണ് നെഗ്ലക്റ്റ്ഫുൾ പാരൻറ്റിങ് സ്റ്റൈൽ. ഓക്കെ, ഇനി ഇതിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം എങ്ങനെയാണ് ഡെവലപ്പായിട്ട് വരുന്നത്? അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈലിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പാരൻറ്റിങ് ആണ് ഹെലികോപ്റ്റർ പാരൻറ്റിങ്. അത് കുറച്ചുകൂടി അതിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതൊരു സെപ്പറേറ്റ് ടേമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി അവരുടെ എല്ലാ കാര്യങ്ങളിലും മെയിനായിട്ട് കുട്ടികളുടെ എല്ലാ എക്സ്പീരിയൻസസും തങ്ങൾ വഴിയാകണം, അല്ലെങ്കിൽ തങ്ങൾ വഴിയായിരിക്കണം അവരൊരു സക്സസ്സും ഫെയിലിയറും വരുന്നതെന്ന് പാരൻസിന് നിർബന്ധം ഉണ്ടായിരിക്കും. അപ്പം അവർ തോൽവിനെ ഭയക്കും, പാരൻസ് തോൽവിനെ ഭയക്കുന്ന കാരണം കൊണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടിക്ക് ഒരു തോൽവി വരരുത് അല്ലെങ്കിൽ അവരൊന്നിനും പിറകോട്ട് വരരുത് എന്നുള്ളൊരു ആഗ്രഹം മൂലമാണ് മെയിനായിട്ട് ഈ ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള പാരൻറ്റിങ് സ്റ്റൈല് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അവരതിൽ കൂടുതൽ ഇൻവോൾവ് ആയിരിക്കും, കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിരിക്കും, കുട്ടികളെ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും, അവരുടെ ചെറിയ കാര്യങ്ങളിൽ പോലും, അതായത് അവരുടെ ഇപ്പം ഫ്രണ്ട്സിനെ കുറിച്ചുള്ള അവരുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും അവർ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിലൊക്കെ അവർ മാനേജ് ചെയ്യും. മൈക്രോ മാനേജ്മെൻറ്റിങ് ആയിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എപ്പോഴും കുട്ടികളുടെ കാര്യം ആലോചിച്ച് അതിനെക്കുറിച്ച് അവർ വെറി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുട്ടികളെ യാതൊരു എഫേർട്ടും അവരെ എടുക്കാൻ വിടാതെ എല്ലാ കാര്യങ്ങളും, അതായത് അവർക്ക് തോൽവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വിടാതെ സമ്മതിക്കാതെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യിച്ച് എല്ലാത്തിലും എൻ്റെ കുട്ടി ബെസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് എത്തിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയിലുള്ള പാരൻറ്റിങ് സ്റ്റൈലായിരിക്കും ഹെലികോപ്റ്റർ പാരൻറ്റിങ് സ്റ്റൈലിൽ വരുന്നത്. ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? പാരൻസ് ഇത് ഫോം ചെയ്യുന്നത് അവർ ഇൻറ്റൻഷനലി ആയിരിക്കില്ല കൂടുതലും ഹെലികോപ്റ്റർ പാരൻറ്റിങ് സ്റ്റൈലിലുള്ള പാരൻസ് ഈ പാരൻറ്റിങ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അവരുടെ കുട്ടി ഒരിക്കലും ഒരു കാര്യത്തിലും ബാക്കിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടായിരിക്കും അവരിത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി, എല്ലാം എൻ്റെ കുട്ടിക്ക് എല്ലാം വേണം, എല്ലാം കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും ഇത് ഡെവലപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഡെവലപ്പായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് കോൺസിക്വൻസിന് ഭയന്നിട്ടായിരിക്കും ഡെവലപ്പായി വരുന്നത്. അതായത് കുട്ടി തോക്കുമോ, കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയുള്ള ഭയം മൂലം ഡെവലപ്പായിട്ട് വരും. പിന്നെ പാരൻസിൻ്റെ ഓവറായിട്ട് ആങ്സൈറ്റി മൂലം, അതായത് കുട്ടിക്ക് ഇനി എന്തെങ്കിലും പറ്റുമോ, ഞാനില്ലാണ്ടായി കഴിഞ്ഞാൽ ഞാനത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവൻ നന്നായി ചെയ്യില്ലേ, ഞാനതുപോലെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൻ നന്നായി അറ്റൻഡ് ചെയ്യത്തില്ല, അവൻ തോറ്റു പോകും, അങ്ങനെ ആൻസേഴ്സ് ആയിട്ട്
കുട്ടിക്ക് ഇത് ചെയ്തു കൊടുക്കുന്നവരുണ്ടാവും, ഈ ഒരു പാരന്റിങ് സ്റ്റൈലിലോട്ട് വന്നവരുണ്ടാവും. പിന്നെ പിയർ പ്രഷർ കാരണം കൊണ്ട്, അതായത് മറ്റുള്ള പാരൻസൊക്കെ നല്ലപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവനത് കിട്ടത്തില്ലേ എന്ന് പേടിച്ച് മറ്റുള്ളവരുടെ പ്രഷർ കൊണ്ട് നല്ലപോലെ ഇതുപോലെ കൺട്രോൾ ചെയ്ത് വരുന്നവരുണ്ടാകും. പിന്നെ വരുന്നത് ഓവർ കോമ്പൻസേഷൻ. അതിൽ അവരുടെ കുട്ടിക്കാലത്ത് അവർക്ക് ലവ്വിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെയർ ഒന്നും കിട്ടിയിട്ടില്ല. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്കൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കൊരു എൻകറേജ് ചെയ്യാൻ ഒരാൾ കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇതുപോലൊന്നും ആവാൻ പാടില്ല, എനിക്ക് ഇല്ലാത്ത പോലെ അവനാവാൻ പാടില്ല എന്നൊരു രീതിക്ക് വന്ന് അങ്ങനെ ആ ഒരു ട്രോമയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന രീതിക്കും ഈ ഒരു പാരന്റിങ് സ്റ്റൈല് ഡെവലപ്പായിട്ട് വരാറുണ്ട്. ഇത് കുട്ടികളിൽ ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അതുപോലെ തന്നെ അവരുടെ സെൽഫ് എസ്റ്റീം, അത് രണ്ടും ഡെവലപ്പ് ചെയ്യാതെ വരിക. പിന്നെ സെൽഫ് അഡിക്വസി അവർക്ക് ഡെവലപ്പ് ചെയ്യാതെ വരും. അവർക്കൊരു കാര്യം പറഞ്ഞ് ഒരാളുടെ അടുത്ത് വാദിച്ച് ജയിക്കാനുള്ള കഴിവൊക്കെ അവർക്ക് കുറച്ച് വരും. പിന്നെ അവർക്ക് കോപ്പിംഗ് സ്കില്ല്, ചെറിയ ഒരു കാര്യം, അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു തോൽവി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെങ്ങനെ മാനേജ് ചെയ്യണം, അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക, എങ്ങനെ അതിൽ ഓവർകം ചെയ്യുക, ഇങ്ങനെയുള്ള കോപ്പിംഗ് സ്കില്ലൊന്നും അവർക്ക് ഡെവലപ്പ് ചെയ്യാതെ വരും. പിന്നെ അതുപോലെ തന്നെ സെൽഫ് എൻടൈറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടി വരും. അതായത് അവരുടെ ഒരു ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും പാരൻസ് ചെയ്തു കൊടുത്ത് ഞാനൊരു വലിയ സംഭവമാണെന്നുള്ളൊരു തോന്നൽ അവരിൽ ഡെവലപ്പ് ചെയ്യും. കാര്യമായിട്ട് അവർക്കൊരു സ്കില്ലില്ലെങ്കിൽ കൂടിയും എനിക്കെല്ലാം ചെയ്ത് തരുന്നുണ്ട് പാരൻസ്, അപ്പം ഞാനൊരു വലിയ സംഭവമാണ്. പാരൻസ് നമ്മളെങ്ങനെ കാണുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരും കാണും, അവരാണ് എല്ലാം ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെൽഫ് എൻടൈറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയും അവിടെ ഡെവലപ്പ് ചെയ്യും. പിന്നെ അവരുടെ ലൈഫ് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാതെ വരാം. അതായത് നമുക്കിപ്പം എല്ലാ കാര്യങ്ങളും ചെറിയ തൊട്ട് ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് റെസ്പോൺസിബിലിറ്റി എടുത്ത് നമ്മൾ ചെയ്യുമ്പം നമുക്കിപ്പം നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ കുക്ക് ചെയ്യാൻ, നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ നമ്മുടെ ടൈം ടേബിൾ നമ്മുടെ അടുത്ത് വെക്കുക, അങ്ങനെ കുട്ടികളെ ചെയ്യിക്കുമ്പം അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി വരും. ആ ഒരു ലൈഫ് സ്കിൽ അവർ ടീച്ച് ചെയ്യുന്നുണ്ട്. അതൊന്നും ഡെവലപ്പ് ചെയ്യാതെ വരും കുട്ടികൾക്ക്. ഇങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസും, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആൻഷ്യസ് ആവും. അവർ ഓവറായിട്ട്, അതായത് ഒരു കാര്യം പാരൻറ്റിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റാതെ വരുമ്പം അവരെല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും അവർ മൈക്രോ മാനേജ് ചെയ്യുമ്പം ഒറ്റയ്ക്ക് കുട്ടിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാതാകും. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുറത്തുനിന്ന് പാരൻസ് ഇല്ലാത്ത ടൈമിലോ മറ്റോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവരിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഞാനെങ്ങനെ ചെയ്യും, എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ, അവർ മൊത്തം ഹെൽപ്ലെസ് ആയിട്ട് അവർ ആൻഷ്യസ് ആയിട്ട് മാറാനും ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത് പാരൻസിലാണ് കൂടുതൽ എഫക്റ്റ് വരുന്നത്. അവർക്ക് ഇതിൽ നിന്ന് ലീവ് ചെയ്ത് പോരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കാമെന്നുള്ളത്, കുട്ടികളോട് ഒരു കാര്യം ഒരു വട്ടം മാത്രം പറയാം, ഒരുപാട് അവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് എടുത്ത് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം അവർക്ക് കൊടുക്കാം. പിന്നെ തോൽവിയും ചെയ്യും രണ്ടും ലൈഫിൻ്റെ പാട്ടാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ജീവിതത്തിൽ ഓരോ അവർക്ക് വരുന്ന ഓരോ എക്സ്പീരിയൻസിൽ നിന്നും ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പേരൻസിനായിരിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ ആദ്യം മനസ്സിലാക്കാം ഇത് തങ്ങളുടെ ഫോൾട്ട് അല്ല എന്നുള്ളത്. അവർക്കിപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുന്നത് തങ്ങളുടെ ഫോൾട്ട് അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പേരൻസ് പഠിക്കുക. അത് പഠിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് എഴുതി വെക്കാം, നോട്ട് ചെയ്തിട്ട് എഴുതി വെക്കാം, ഇന്ന കാര്യങ്ങൾ ഉണ്ടായി. അപ്പം നമുക്കൊരു ന്യായീകരണം കൊടുക്കാം. ഇതിപ്പോൾ എന്നെ മാത്രം കുഴപ്പം കൊണ്ടല്ലല്ലോ, അവനും കൂടി അത് മാനേജ് ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഹെലികോപ്റ്റർ പാരന്റിങ് സ്റ്റൈലിൽ വരുന്നത്.